ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജനുവരി 29. തീവ്ര വർഗീയ അജണ്ടകളുമായി സംഘപരിവാർ മുന്നോട്ട്. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെയാണ് അധികാരത്തിലെങ്കിലും തങ്ങളുടെ തീവ്ര വർഗീയ അജണ്ടയുമായി വേഗത്തിൽ തന്നെ മുന്നോട്ടു പോവുകയാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ. വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ കേന്ദ്രവുമായി മത്സരത്തിലെന്ന പോലെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകളും. രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വഖഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നീക്കവും ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിച്ചതും വർഗീയ നീക്കങ്ങളിൽ നിന്ന് അല്പം പോലും പിന്നാക്കമില്ലെന്ന സംഘപരിവാർ പ്രഖ്യാപനമാണ്. ഇസ്ലാമിക വിശ്വാസികൾ തങ്ങളുടെ സ്വത്തുക്കൾ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ദാനം ചെയ്യുന്നതാണ് വഖഫ്. വിവിധ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളാണ് ഈ ഭൂമി കൈകാര്യം ചെയ്യുന്നത്. റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി വഖഫ് ബോർഡുകൾക്ക് കീഴിലാണ്. 9.4 ലക്ഷം ഏക്കർ ഭൂസ്വത്ത് വിവിധ ബോർഡുകൾക്ക് കീഴിലായുണ്ട്. ഈ സ്വത്തുക്കൾക്കാകെ 1.2 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യം കണക്കാക്കുന്നു. ഇതിൽ 27% BJP ഭരിക്കുന്ന UPയിലാണ്. ബംഗാളിലും പഞ്ചാബിലുമായി 9% വീതം സ്വത്തുണ്ട്. ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് സ്വത്തായുള്ളത് എല്ലാ കാലവും സംഘപരിവാറിനെ അലോസരപ്പെടുത്തിയിരുന്നു. സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വഖഫ് കൗൺസിലിനെയും ബോർഡുകളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരികയെന്ന ദീർഘകാല ലക്ഷ്യം സംഘപരിവാറിനുണ്ട്. കേന്ദ്ര വഖഫ് കൗൺസിലിൻ്റെയും ബോർഡുകളുടെയും ഘടനയിലും മറ്റും വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുള്ള നിലവിലെ ഭേദഗതി ബിൽ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായാണ്. വഖഫ് കൗൺസിലിലും ബോർഡുകളിലും മുസ്ലിം അല്ലാത്ത 2 പേരെ നിർബന്ധമായും ഉൾപ്പെടുത്താൻ ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നു. ഒപ്പം CEO ആയി വരുന്ന ഉദ്യോഗസ്ഥനും മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല. മുസ്ലിങ്ങളായ MPമാർ, MLAമാർ, ബാർ കൗൺസിൽ അംഗങ്ങൾ, മുതവല്ലിമാർ എന്നിവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരായിരുന്നു നിലവിൽ വഖഫ് ബോർഡ് അംഗങ്ങളായി നിയമിക്കപ്പെടുന്നത്. പുതിയ ഭേദഗതിയിൽ എല്ലാ അംഗങ്ങളെയും സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. ബിൽ നിയമമാകുന്നതോടെ BJP ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായും വഖഫ് ബോർഡുകൾ അവരുടെ നിയന്ത്രണത്തിലാകും. സ്വതന്ത്ര സ്വഭാവം നഷ്ടമാകും. ഇതോടെ തർക്കത്തിലുള്ള ഭൂമിയും മറ്റും പിടിച്ചെടുക്കാനുള്ള അവസരവും ഒരുങ്ങും. കഴിഞ്ഞ ആഗസ്റ്റിൽ ലോക്സഭയിൽ വിവാദ ബിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ എതിർപ്പുയർത്തി. ഇതോടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. 31 അംഗ JPSCയിൽ സർക്കാർ ഭൂരിപക്ഷം ഉറപ്പുവരുത്തി. JPSC യോഗങ്ങൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിച്ചു. ചെയർമാൻ ജഗദംബിക പാലിന്റെ ഏകപക്ഷീയ നീക്കങ്ങളോട് വിയോജിച്ച പ്രതിപക്ഷ MPമാരെ സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം ചെയർമാൻ തള്ളി. ഭരണപക്ഷ MPമാർ കൊണ്ടുവന്ന 14 ഭേദഗതി മാത്രം അംഗീകരിച്ചു. ഭേദഗതി നിർദ്ദേശങ്ങളോടെയുള്ള റിപ്പോർട്ട് ചെയർമാൻ വൈകാതെ സർക്കാരിന് കൈമാറും. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബിൽ പാസാക്കാനാകും സർക്കാർ ശ്രമം. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ BJP നടത്തിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം, കശ്മീരിൻ്റെ പ്രത്യേക പദവി എന്നിവയ്ക്കൊപ്പം സംഘപരിവാറിൻ്റെ പ്രധാന അജണ്ടയിലൊന്നാണ് ഏക സിവിൽ കോഡ്. കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറക്കിയതോടെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. മറ്റ് BJP ഭരണ സംസ്ഥാനങ്ങളും വൈകാതെ നടപ്പാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റെങ്കിലും തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് മാറാൻ സംഘപരിവാർ ഒരുക്കമല്ലെന്നതിൻ്റെ പ്രഖ്യാപനമാണ് വഖഫ് ഭേദഗതി നീക്കവും ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് നടപ്പാക്കലുമെല്ലാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി രൂപപ്പെട്ട മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായാൽ മാത്രമേ സംഘപരിവാറിൻ്റെ വർഗീയ നീക്കങ്ങൾക്ക് തടയിടാനാകൂ.